അസാസ് പ്രൊഡക്ഷൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. മുമ്പ് നമ്മൾ നീറ്റ് ക്രാക്കിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ കുട്ടികളുടെ ഗെയിമിംഗ് അഡിക്ഷൻ, ആസ്ട്രൽ പ്രൊജക്ഷൻ തുടങ്ങിയ വളരെ കാലികമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒരുപാട് വീഡിയോസ് വന്നു, ഒരുപാട് ആളുകൾ അത് കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രസക്തമായ മറ്റൊരു വിഷയവുമായിട്ടാണ്. പ്രവാസ ലോകത്തും അല്ലാതെയും ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ധാരാളം ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. ചതിക്കുഴികളിൽ പലരും പോയി ചെന്നപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ മനഃശാസ്ത്രം, പണവും നിക്ഷേപവുമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ മനഃശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്. അതുമാണ് ഇന്ന് ഇവിടെ ഗഫൂർ മാഷുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മനഃശാസ്ത്രപരമായി നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സും പണവുമായിട്ട് വലിയ ബന്ധമാണ്. പണം നമുക്ക് സമ്പാദിക്കുക എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രായോഗിക ബുദ്ധി പലയിടത്തും അടഞ്ഞു. എന്നിട്ട് ഈ പണം ഇങ്ങനെ വരിക എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും മനസ്സിലിങ്ങനെ വന്നുകൊണ്ട്. സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ സംഭവിക്കുന്നത് ഒരു സാധാരണക്കാരനായ ആള്, ഇപ്പം ഉദാഹരണം പ്രവാസിയായിട്ടുള്ള ഒരാൾ, ഒരു ജോലിക്കാരൻ, അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പത്തിൽ നിന്നും ശമ്പളത്തിൽ നിന്നും ചെറിയ തുക ചെലവഴിക്കുന്നു. ഒരു ചെറിയ തുക അദ്ദേഹം സേവ് ചെയ്യുന്നതാണ്. ഇത് പലപ്പോഴും തന്റെ പ്രാണപ്രേയസി പോലും അറിയാതെ, അല്ലെങ്കിൽ സഹോദരങ്ങൾ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, സുഹൃത്തുക്കൾ അറിയാതെ ഉള്ള ഒരു സേവിങ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരസ്യം കാണും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന്റെ എമൗണ്ടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പുള്ളിയുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം അഭിപ്രായം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് പിടിവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സൈക്കോളജി അവിടെ വർക്കൗട്ട് ആവും. കാരണം ഇതാർക്കും അറിയില്ല. അപ്പൊ എനിക്ക് ഒരു ഉപദേശം തേടാനുള്ള വഴി ആദ്യം അടഞ്ഞു പോവുകയാണ് ചെയ്യുക. കാരണം ഇത് ഞാൻ ആരും അറിയാതെ സേവ് ചെയ്തിട്ടുള്ള മണി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ സഹോദരനോടും ഭാര്യയോടും ഉമ്മയുടെ വാപ്പയോടും ഒന്നും ചർച്ച ചെയ്യാതെ തന്നെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാധ്യത. അതാണ് ഒന്നാമത് നമുക്ക് വരുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് അവിടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ സംഭാഷണം. ഈ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലായിരിക്കും. ഈ മാർക്കറ്റിംഗ് സൈക്കോളജി ഉപയോഗിക്കുന്ന സ്വാഭാവികമായിട്ടും ക്ലയന്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും പെട്ടെന്ന് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഒന്നുകിലും കൂടുതൽ ലാഭമായിരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാഭം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം വളരെ ലിമിറ്റഡ് ആണ് എന്നൊക്കെ പറയുന്ന ചില ബാരിയേഴ്സ് ആണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓവറായിട്ടുള്ള തിങ്കിങ്ങിനെ കുറിച്ച് വിശദമായ പഠനത്തിനൊന്നും കഴിയാതെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് രണ്ടാമത് വരുന്ന വിഷയം. ഈ രണ്ട് കാര്യങ്ങളൂടെ കൂടിച്ചേരുമ്പോഴേക്കും ഒരാൾ ട്രാപ്പിൽ വീണാണ്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതിന് മുമ്പും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അല്ലെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് സാധാരണ മനുഷ്യന് പഠിക്കേണ്ട കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അറിഞ്ഞിരിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രാഥമികമായി വിഷയത്തെക്കുറിച്ചൊരു ധാരണ ആദ്യം ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവുന്നു. അല്ല, ഞാൻ ഈ അടുത്ത് കേട്ട കുറെ കാര്യങ്ങളിൽ ഓൺലൈൻ ട്രേഡിങ്ങിലാണ്. പിന്നെ എന്നോട് ഒരുപാട് പരാതികൾ വന്നതിൽ ഏറ്റവും അടുത്തൊരു ആള് കുഴിയിൽ ചാടിയത് ഓൺലൈനിലൂടെ, ഇൻസ്റ്റഗ്രാം വഴിയും അതുപോലെ ടെലഗ്രാമിലൂടെയൊക്കെയാണ്. 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 2500 സെയിം ഡേ കിട്ടും. അവർ ഓൺലൈനിലൂടെ എന്തോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അതിന്റെ കുറെ ക്രൈറ്റീരിയകളും വളരെ ഒഫീഷ്യലാണെന്ന് തോന്നിക്കുന്ന ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചെടുക്കാൻ നിയമപരമായി പോലും കഴിയാത്ത കുറെ ആളുകൾ, ഏറ്റവും കുറെ പ്രവാസികളും അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, മാഷ് പറഞ്ഞ ഈ മനഃശാസ്ത്രത്തോടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പണവും മനസ്സും തമ്മിലുള്ള ആ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഡിസിഷൻ ഉണ്ടാവും. ഡിസിഷൻ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട ഡിസിഷനാണ്. പക്ഷെ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ വന്നേ. വിമർശനാത്മകമായി കാര്യത്തെ പഠിക്കാനുള്ള മനസ്സിലൊരു കഴിവ്, ആ ബുദ്ധി അവിടെ ഉപയോഗിക്കുന്നു. ഈ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തുന്നുണ്ട്. പ്രാക്ടീസിബിൾ അത് ലഭിക്കുന്നു. അപ്പം പിതാവിലൂടെ കൈപിടിച്ച് ക്രോസ് ചെയ്യുമ്പോൾ പിതാവിന്റെ കൂടെ പോവുകയാണെങ്കിൽ അവന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിതാവിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് മകനിലേക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഒഴിക്കും. ഇങ്ങനൊരു പ്രാക്ടീസ് ലഭിക്കാതെയാണ് ഒരാളെന്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2 or 3 ട്രാപ്പിൽ പോയി വീടിന് ശേഷമായിരിക്കും അദ്ദേഹം ഇതിനെ കുറിച്ച് ആലോചിക്കും. അല്ല, അപ്പോഴേക്കും വളരെ സമയം കഴിഞ്ഞിട്ടുണ്ടോ, നഷ്ടപ്പെടുകയാണ്, നിരാശപ്പെടും. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഈ സാർ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട ഉടനെ നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുമ്പോഴത്തേന് അതിനുള്ള സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിച്ചത്. കാരണം ഇത് ഇപ്പം ചെയ്യണം, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴാണ് സമയം, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുക എന്നുള്ള ഈ വാക്കുകളും കേൾക്കുമ്പോൾ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് അവിടെ അഡ്വർടൈസ്മെന്റിന്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജി അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അല്ല, ഇതിൽ ഈ ചതിക്കുഴിയിൽ വീണുപോയത് സാധാരണക്കാരല്ല, വിദ്യാസമ്പന്നരായ അഭ്യസ്ത വിദ്യരായ വലിയ ആളുകൾ പോലും ഈ ക്രിട്ടിക്കൽ തിങ്കിൽ പരാജയപ്പെട്ടുമാണ്. നോളജ് ഉണ്ടാകും,
നോളജ് എന്ന് പറയുന്നത് ഒരു അറിവ് ഒരിടത്തിരിക്കുന്നു, അത് പ്രയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നത് ഉപകാരപ്പെടും. ഒരാള് MBBS പഠിച്ചു, അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല ഡയഗ്നോസിസ് നടത്തുകയോ അല്ലെങ്കിൽ രോഗികളെ ചികിത്സ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ അറിവ് കൊണ്ട് അവിടെ പ്രയോജനം ലഭിക്കില്ല. അപ്പൊ ഒരാൾക്കൊരു അറിവുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്രായോഗികമായ ബുദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിത്യ ജീവിതത്തിൽ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ബുദ്ധി അവിടെ വർക്കൗട്ട്. അല്ലാത്ത കാലത്തോളം നമുക്ക് സൂക്ഷിക്കപ്പെട്ട നിധി പോലെ അവിടെ ഉണ്ടാകും, പക്ഷെ അത് നമുക്ക് ഉപകരിക്കപ്പെടുന്നില്ല. എവിടെയോ ഉണ്ട് ആ നിധി, നമുക്ക് അറിയുന്നില്ല നിധി എവിടെ. അപ്പോ ഇനി ജെന്യൂൻ ആയിട്ടുള്ള പിന്നെ രീതികൾ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക ഇവർക്ക്? നമ്മൾ ആദ്യം ഈ പറയുന്ന നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തുക എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പണമാണ് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഏത് ഫീൽഡിലാണ് ചെയ്യാൻ പറ്റുന്നത്, ലാഭകരമായി നടക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ്, ബിസിനസ് നടത്തുന്ന ആളിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം ആദ്യമായിട്ട് പ്രാഥമികമായ നിരീക്ഷണം നടത്തേണ്ട കാര്യം. അത് ഏത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഏത് നമ്മളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ തന്നെയും അതിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഫ്രോഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫ്രോഡ് നടന്നു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ, ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങൾ കാണുന്ന ഒരു ആരെന്ന് പറയുന്നത് 1000 പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നൊരാളാണ്. അപ്പം വ്യക്തിയെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാതെ ലാഭം മാത്രം നമ്മൾ മുന്നിൽ കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ശതമാനം കൂടുതലായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണോ വ്യക്തിയാണോ എന്ന് ആദ്യം പഠിക്കാനുള്ളത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കും. കമ്പനി ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ 1,00,000 ദിർഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി, സ്വാഭാവികമായിട്ടും ഈ കമ്പനി നമുക്ക് ഇത്ര ലാഭം തരാം, നമ്മൾ മുമ്പ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടാത്ത ലാഭമായിരിക്കും അദ്ദേഹം ഒരു വർഷം കൊണ്ട് നമുക്ക് പറയുന്നുണ്ട്. അതിനുള്ള ചിലപ്പം എവിഡൻസ് ചിലപ്പോൾ കാണിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ എങ്കിലും ഈ കമ്പനി എന്താണ്, കമ്പനിയുടെ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ ആദ്യം ഏത് ഫീൽഡിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ്, ഇത് ഏത് തരം കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത്, ഇതിനെക്കുറിച്ച് നമുക്ക് അവരുടെ സൈറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ വരുമ്പോൾ ഇതിന്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കണം. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് ആരൊക്കെയാണ് ഈ കമ്പനികളുള്ളത്, ഇതിനകത്ത് ഈ ജോയിന്റ് വെഞ്ചർ ആണോ അതോ ഒരൊറ്റയാൾ നടത്തുന്ന കമ്പനിയാണോ, ഇതിന്റെ ബാങ്കുമായിട്ടുള്ള ഇടപാടുകളിൽ ഇദ്ദേഹത്തിന്റെ ഡീലിംഗ് ഒക്കെ പ്രോപ്പറാണ്. ഇങ്ങനെയുള്ള വളരെ വിശദമായ ഒരു പഠനം രണ്ടാമത്തെ സെഷനിലാണ് അദ്ദേഹം നടത്തുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്വഭാവം നമ്മുടെ ഈ പണം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പുറം മൂടിയിൽ അല്ലെങ്കിൽ പുറം പൂച്ചില് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റർ ചെയ്യാനാണ് സാധ്യത. ഇതിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ബന്ധം തകരാറിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ യാതൊരു ലീഗൽ എഗ്രിമെന്റും ഇല്ലാതെ നിങ്ങളുടെ പണം മറ്റൊരു കയ്യിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് ഒരു ട്രാപ്പായി പോയി, അതിൽ നിങ്ങളുടെ എവിഡൻസുകൾ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ പൈസ നമ്മുടെ സമ്പത്ത് മുഴുവൻ അധ്വാനിച്ച ഈ 10-20 വർഷം സമ്പാദിച്ച മുഴുവനുമായിരിക്കും നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ഒരു ക്രിട്ടിക്കൽ മൈൻഡിനെ കുറിച്ചും അതുപോലെ പണവും മനഃശാസ്ത്രപരമായ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. ഇതിന്റെ ഓരോ വശങ്ങളും അതിവിശാലമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടെ പറയാന്നുള്ളത് ഒരു ലോങ് പ്രോസസ്സായി പോകും. നമുക്ക് മുൻപായിട്ട് പറയാം. തൽക്കാലം വിവിധ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പോലെയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ GCC കൺട്രീസിൽ ഒരാൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ള മേഖല എന്ന് പറയുന്നത് ഒന്നിലേക്ക് കഫറ്റീരിയ അല്ലെങ്കിൽ ഒരു ട്രേഡിങ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ലാഭകരമായ സംവിധാനം ഇഷ്ടംപോലെ നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആ മേഖലയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു കഫറ്റീരിയയിലേക്കാണെങ്കിൽ നമ്മൾ അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു ബകാല, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്കാണെങ്കിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ഓരോരോ സെക്ഷനുകൾ എടുത്തു നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും സാധ്യതയുള്ള മേഖലകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിലേക്ക്. തൽക്കാലം ഈ വീഡിയോയുടെ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.